Good morning. Hi, Zam sir. Good morning. Start ചെയ്യാം. Okay. Hello, good morning, everyone. Good morning, sir. Morning. Good morning. എല്ലാവരും എങ്ങനെ എല്ലാവരും ഹാപ്പി ആണോ? അതെല്ലോ. ഓക്കെ. എൻ്റെ പേര് ഹൈസം. ഞാൻ കാലിക്കറ്റ് ആണ്. നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ആദ്യമായിട്ടാണ് വരുന്നത് ക്ലാസ് എടുക്കാൻ. മുമ്പേ ഒരു അവസരം കിട്ടിയിരുന്നു, അത് മിസ്സായിപ്പോയി ചില പ്രോബ്ലംസ് കൊണ്ട്. അപ്പോൾ ഈ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ഒരു ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോർണിംഗ് സർക്കിള് ഈ ഒരു രീതിയിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സജന മാം, അതേപോലെ തന്നെ ഇത് ഈ ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പേഴ്സും പോസിറ്റീവ് എനർജി ഉള്ള ആളുകളാണ്. നല്ല സപ്പോർട്ടീവാണ്. നമ്മൾ ഈ ഗ്രൂപ്പിൽ കയറുന്നില്ലെങ്കിലും ഈ ഗ്രൂപ്പിൻ്റെ ഓരോ ആക്ടിവിറ്റീസുകളും നിങ്ങളെ നർമ്മം കലർന്ന കുറേ സംസാരങ്ങളും നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരുപാട് വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ക്ലാസ്സിലെത്തിയത്. എന്തായാലും എന്നെക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ പേര് ഹൈസം എന്നാണ്. ഞാൻ കാലിക്കറ്റ് ആണ്. ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു, ട്രെയിനറും കൂടെയാണ്. അപ്പോൾ ഇപ്പോൾ ഖത്തറിലാണുള്ളത്. അപ്പോൾ ഈ ഖത്തർ ടൈം 3 മണിയാണ് ഇവിടെ. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? Yes, sir, കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്ന ടോപ്പിക്ക് വിഷൻ ബോർഡിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവും, ചില ആളുകൾ അത് ചെയ്യുന്നവരുണ്ടാവാം. വിഷൻ ബോർഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ടോ വിഷൻ ബോർഡ്? മുമ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ആരാണത്? മുമ്പ് ചെയ്തിട്ടുണ്ട് സാർ, ഇപ്പൊ ചെയ്യുന്നില്ല. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ എന്താണ് വിഷൻ ബോർഡ്? അതിൻ്റെ സയന്റിഫിക് വശങ്ങൾ എന്താണ്? അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആക്കി എടുക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മോർണിംഗ് എല്ലാവർക്കും വിഷയമാണ്. അപ്പോൾ എന്താണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്? സയന്റിഫിക് വശം എന്താണ്? ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങൾ, ഇതിൻ്റെ ഒക്കെ ഒരു വിഷൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഗോൾസ്, നമ്മളെ ഡ്രീംസ്, അതേപോലെ തന്നെ നമ്മളെ പ്ലാനുകൾ, ഇതൊക്കെ നമ്മളൊരു ഇമേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വേർഡുകളായിട്ട് നമ്മുടെ കൺമുൻപിൽ സ്ഥാപിക്കുന്നതിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലോ ഓഫ് അട്രാക്ഷനും നമ്മുടെ മാനിഫെസ്റ്റേഷനും ഒക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അപ്പോൾ മുമ്പേ ഞാനും നിങ്ങളെ പോലെ തന്നെ ഇതൊക്കെ ലോജിക്കൽ ആവുമോ എന്ന് ചിന്തിച്ചിരുന്നു. ഇപ്പോൾ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസുകളൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നടക്കും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ലോജിക്കലായിട്ട് എനിക്കും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ സയന്റിഫിക് വശങ്ങളിലേക്ക് അന്വേഷിച്ച സമയത്ത്, അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ റോളും സയൻസിൻ്റെ വശങ്ങളും കൂടി അന്വേഷിക്കുമ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അത് കൺവിൻസിങ് ആയി തോന്നി. അതിനുശേഷം ഞാൻ എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്കതിൽ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാവുകയും ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഈ ടോപ്പിക് എടുക്കുന്ന ഈ സിറ്റുവേഷനിൽ ഇരിക്കാൻ കാരണവും അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അതിന് 100% റിസൾട്ട് ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ വിഷയം ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ന്യൂറോ സയൻസ് പ്രകാരം നമ്മൾ റിയൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ
അതേപോലെ തന്നെ നമ്മൾ വിഷ്വൽ ഇമാജിനേഷനിൽ നടക്കുന്ന കാര്യങ്ങളും ബ്രെയിൻ ട്രീറ്റ് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. നമുക്കിപ്പോൾ നോർമൽ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമുക്കൊരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ നമ്മൾ ആ ഇൻസിഡന്റ് വിഷ്വൽ ഇമാജിനേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫീലിങ്സ്, ഈ രണ്ട് ഫീലിങ്സിനെയും ബ്രെയിൻ ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ് ഇതിനെക്കുറിച്ച് പഠനത്തിന് വേണ്ടിയിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിൽ ഡോക്ടർ ബാസ്ലെറ്റോ, ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ആളൊരു പഠനം നടത്തിയിരുന്നു. ഒരു ബാസ്കറ്റ്ബോൾ ടീമിനെ വെച്ചിട്ട് ഒരു ബാസ്കറ്റ്ബോൾ ടീമിനെ 3 സ്പ്ലിറ്റ് ചെയ്തു. 3 ടീമായിട്ട് 3 ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ ഒരു ഗ്രൂപ്പിന് ഒരു മാസം 30 മിനിറ്റ് പ്രാക്ടീസ് കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പിന് ഒരു പ്രാക്ടീസ് ഒന്നും കൊടുത്തില്ല, അവരെ നോർമലായിട്ട് വിട്ടു, പ്രാക്ടീസ് ഇല്ലാതെ. മൂന്നാമത്തെ ഗ്രൂപ്പിന് ആൾ കൊടുത്തത് അവർ ജിമ്മിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 30 മിനിറ്റ് വിഷ്വൽ ഇമാജിനേഷൻ പ്രാക്ടീസ് മാത്രം, ഫിസിക്കൽ അല്ല, വിഷ്വൽ മാത്രം. അങ്ങനെ ഇതിന്റെ റിസൾട്ട് വന്ന സമയത്ത് 30 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത ആ ഒരു ടീമിന്റെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് 24% ആണ്. ഒന്നും ചെയ്യാതിരുന്നവർക്ക് ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. മൂന്നാമത് ആ ഒരു വിഷ്വൽ ഇമാജിൻ ചെയ്ത ആ ഒരു ഗ്രൂപ്പിന്റെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് 23% ആണ്. അവർ പ്രാക്ടിക്കലായിട്ടൊന്നും ചെയ്യാതെ വിഷ്വൽ ഇമാജിൻ മാത്രം ചെയ്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ RAS എന്ന് പറയുന്ന റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, ഇതൊരു ന്യൂറോൺ നെറ്റ്വർക്ക് ആണ്, നമ്മുടെ ബ്രെയിൻ ഉള്ളിലുള്ള ന്യൂറോൺ നെറ്റ്വർക്ക്. ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് വരും, ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കും. അതിൽ നമുക്ക് വേണ്ടത് എന്താണോ അതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സയന്റിഫിക്കൽ വശങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതും നമ്മളെ ലൈഫും ഈ ഒരു വിഷൻ ബോർഡൊക്കെ ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമുക്കിനി നോക്കാം. അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മളൊക്കെ ഓരോ ദിവസവും ഉണരുമ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹങ്ങൾ, എങ്ങനെയൊക്കെ ആയിരിക്കും? ഇത് നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണെന്നാണ് ഞാൻ കേട്ടത്. ആരുമില്ല ഇതിൽ? ഓരോരുത്തരും ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കും, മോർണിംഗ്. ആഗ്രഹങ്ങൾ എങ്ങനെയുള്ളതായിരിക്കുന്നോ? എങ്ങനെ? ആഗ്രഹങ്ങൾ നമുക്ക് ഓരോ എങ്ങനെയുള്ളതായിരിക്കും എന്നാണോ? ദിവസത്തിന്റെ തുടക്കത്തിലും നമുക്കുണ്ടാവുന്ന പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ മനസ്സിൽ, ഉം. അല്ലെ? നല്ലൊരു പ്രതീക്ഷ അതെ. വെച്ചിട്ടാണ് ഓരോ ദിവസവും തുടങ്ങുന്നത്. നമ്മളിപ്പോ ഈ വിഷൻ ബോർഡ് നമ്മളെ മുമ്പിൽ ഇല്ലെങ്കിലും നമ്മളെ മനസ്സിലൊരു ബോർഡ് ഉണ്ടല്ലോ, അല്ലെ? അതെ. എല്ലാവരും മനസ്സിലും ചിത്രങ്ങൾ ഉണ്ടാവും. നമുക്ക് ബോർഡായിട്ട് പുറത്തില്ലെങ്കിലും ഉള്ളിൽ നമ്മൾ ചിത്രങ്ങൾ കാണുന്ന ആളുകളാണ്, അല്ലെ? അതെ അതെ. തീർച്ചയായിട്ടും. അപ്പോൾ ആ ചിത്രങ്ങളിലൊക്കെ നമുക്ക് സന്തോഷം ആഗ്രഹിക്കുന്ന ചിത്രങ്ങളാണ് നമ്മളൊക്കെ മനസ്സിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ചുറ്റുപാടെന്ന് പറയുന്നത് നമ്മളൊരു 4 ചുമരുകൾക്കുള്ളിൽ ഫോണോ ടിവിയോ അങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തല്ലല്ലോ. പല ടൈപ്പ് മനുഷ്യന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? ഒരുപാട് ടൈപ്പ് മനുഷ്യന്മാരുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, നമ്മളെ കുറ്റം പറയുന്നവരുണ്ട്, നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് മനുഷ്യന്മാരുടെ ഇടയിൽ പല സിറ്റുവേഷനിലാണ് നമ്മൾ ഓരോ ദിവസവും കഴിയുന്നത്, അല്ലെ? രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പം നല്ലൊരു പ്രതീക്ഷയോടുകൂടി നല്ലൊരു ദിവസം വിചാരിച്ച് അല്ലെങ്കിൽ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ഈ ഇമോഷൻസുകളൊക്കെ നമ്മളെ മനസ്സിലേക്ക് കയറി വരും. ഇവരിടയിൽ നമ്മൾ ജീവിക്കുമ്പം, ഈ സിറ്റുവേഷനിൽ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ ആ ഒരു എനർജി പല വഴിക്ക് സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഉണ്ടാവാറില്ലേ? പല പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് എനർജി സ്പ്ലിറ്റ് ആവും. ഈ സമയത്ത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു പിക്ചർ നമ്മളെ മനസ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കലായിട്ട് മാഞ്ഞു പോകും. എന്താ വെച്ചാൽ മറ്റു പല ഇമോഷൻസുകളും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. ആ ഒരു സമയത്ത് നമ്മൾ ഈ വിഷൻ ബോർഡിന്റെ പ്രാധാന്യം പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ദിവസം കൃത്യമായിട്ട് നമ്മൾ എഴുന്നേറ്റ് രാവിലെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത്
നമ്മൾ എന്തെങ്കിലും ഫീലിങ്സിൽ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കുന്ന ഭാഗത്ത് നമ്മൾ ആ ഒരു വിഷൻ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ആ ഒരു ഭാഗത്ത് നമ്മൾ ഗോൾസ് അല്ലെങ്കിൽ നമ്മളെ ലക്ഷ്യങ്ങൾ അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുമ്പോൾ നമ്മളെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുന്നത് ജസ്റ്റ് മൈക്രോ സെക്കൻഡിൽ നമുക്കൊരു അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യണം, നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടിൽ ബസ്സിൽ യാത്ര ചെയ്യണം. യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു പ്ലേസ് ഉണ്ടാവും. അതുവരെ ഉറങ്ങിയിട്ട് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഏരിയ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ എവിടെ എത്തിയെന്നുള്ളത്, അല്ലേ? സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടിലാണെങ്കിൽ നമുക്ക് പറ്റും, അല്ലേ? യെസ് അപ്പൊ ബ്രെയിൻ അത്രയും ഫാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മളത് ബ്രെയിനിന് പരിചയമുള്ള അല്ലെങ്കിൽ ബ്രെയിൻ കണ്ടിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ടാണ്. അതേപോലെയാണ് നമ്മളെ ബ്രെയിനും നമ്മളെ ഈ ഒരു ഗോളും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് മാത്രം തയ്യാറാക്കിയത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ വരാം. അപ്പോൾ ഒരു 95% കാര്യങ്ങളും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നമ്മളെ ബിലീവ്സ്, നമ്മളെ തോട്ട്സ്, ഇതിന്റെ ഈ ബിലീവ്സും തോട്ട്സിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ആക്ഷൻസുകളും നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് നമ്മൾ ഈ വിഷൻ ബോർഡ് വെക്കുമ്പോൾ നമ്മളെ കറണ്ട് ലൈഫും നമ്മളെ ഡ്രീം ലൈഫും തമ്മിലുള്ള ആ ഒരു അകലം കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കാം. ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതല്ല. വിഷ്വലൈസേഷൻ, അതിൽ 5 കാര്യങ്ങളാണുള്ളത്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് വിഷ്വൽ ഇമാജിനേഷൻ ആണ്. നമുക്ക് എന്താണോ കൃത്യമായിട്ട് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ അവിടെ ഒരാൾക്ക് കാറുണ്ട്, അപ്പോൾ എനിക്കും കാറ് വേണം, അല്ലെങ്കിൽ ഇവർക്ക് വേറെ ബാങ്ക് ജോലി ഉണ്ട്, അപ്പോൾ ആ ജോലി എനിക്ക് വേണം. അങ്ങനെയല്ല. നമുക്ക് എന്താണെന്ന് വേണ്ടത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. നമ്മളെ ആവശ്യം എന്താണ്, നമ്മളെ ഹാപ്പിനെസ് എന്താണ്, നമ്മൾ എന്ത് കിട്ടിയാലാണ് ഹാപ്പി ആവുക എന്നുള്ളത് നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് അത് പെട്ടെന്ന് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇപ്പൊ ഇന്നത് കേട്ടിട്ട് എല്ലാം കൂടെ എഴുതിയിട്ട് ബോർഡ് ഒട്ടിക്കാനല്ല. നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മളെ ഹാപ്പിനെസ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമുക്കൊരു കാര്യം, ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റണം. അത് നമ്മളെ ഹാപ്പിനെസ് പോയിന്റ് ആയിരിക്കണം. അങ്ങനെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ. അപ്പോൾ ഒരു ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, അല്ലെങ്കിൽ വെജ് ബിരിയാണി, ഒരുപാട് ബിരിയാണികളുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അതിനെ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യാം, കൃത്യമായിരിക്കണം. അതിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കാറ്റഗറൈസ് ചെയ്യാനാണ്. അതിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറയാണ് നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതേപോലെ തന്നെ നമ്മളെ വെൽത്തിൽ എങ്ങനെ വരുന്നുണ്ട്, അതേപോലെ നമ്മളെ കരിയർ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളെ ഡ്രീം എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്യാന്ന് പറയുന്നത്. ആ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഡ്രീമുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മളിപ്പം വിഷൻ ബോർഡിൽ നമ്മളിത് കംപ്ലീറ്റ് എഴുതി വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിഷൻ ബോർഡിൽ ഒരു പിക്ചർ മാത്രമേ ഉണ്ടാവുക. അപ്പോൾ ആ പിക്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന, നമ്മൾ ആ ഒരു പിക്ചർ കാണുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം നമ്മളെ ഡ്രീം എന്താണെന്ന്. അപ്പോൾ നമ്മളൊരു ഡ്രീം, ഒരു കാറാണെങ്കിൽ നമ്മൾ ആ കാറിന്റെ ഡീറ്റെയിൽസുകൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ എഴുതി വെക്കണം, നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ നമ്മളൊരു ജോബാണെങ്കിൽ ആ ജോബ് നമുക്ക് എങ്ങനെ കിട്ടണം, എപ്പോൾ കിട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. എഴുതി വെച്ച് കഴിയാന്ന് പറഞ്ഞാൽ ഒരു 10x+ ആണ് അതിനൊരു സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. നമ്മൾ 3 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്ന സംഭവങ്ങളാണ്. കണ്ണുകൊണ്ട് കാണുകയും എഴുതുകയും നമ്മളെ ബ്രെയിൻ അത് സ്വീകരിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ എഴുതി വെച്ചിട്ട് നമ്മളത് കാറ്റഗറൈസ് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നമ്മൾ അതിനൊരു മെത്തേഡ് ചൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ
നമുക്ക് ഇപ്പോൾ വിഷൻ ബോർഡ് തയ്യാറാക്കിയിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഓപ്പൺ പ്ലേസിൽ വെക്കാൻ പറ്റിക്കൊള്ളണമെന്നും ഉണ്ടാവില്ല. ചില ആളിപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടെ താമസിക്കുന്ന ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പം അങ്ങനെ ഓപ്പൺ പ്ലേസിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ അതിൽ ഡിജിറ്റലായിട്ട് ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ അവരവരെ സൗകര്യങ്ങൾക്ക് എപ്പോഴും കാണുന്ന ഒരു പ്ലേസിലായിരിക്കണം അത് വെക്കുന്നത്. നമ്മൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അലമാരയിൽ വെച്ച് പൂട്ടിയിട്ട് കാര്യമല്ല. അപ്പോൾ നമ്മൾ എവിടെയും കാണുന്ന ഒരു പ്ലേസ്, ശരിക്കും നമ്മളെ വാളിൽ നമുക്ക് ഓപ്പൺ പ്ലേസിൽ നമ്മളെ റൂമിലൊക്കെ നമ്മൾ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു പ്ലേസിൽ അവിടെ കൃത്യമായിട്ട് സെറ്റാക്കി വെക്കാൻ കഴിയണം. ഓക്കെ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഗാദർ ദ വിഷ്വൽ എലമെന്റ് ആണ്. നമ്മളിപ്പോൾ വിഷ്വലൈസേഷന് ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് ഒരു വീട് വേണമെന്നുള്ളത്. അപ്പോൾ വീട് വേണം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുകയും, അപ്പോൾ ആ ഒരു വീട് നമുക്ക് ഒരു വിഷ്വൽ ഇമാജിനേഷൻ കിട്ടണമല്ലോ. നമ്മൾ ബോർഡിൽ ഒട്ടിക്കണമെങ്കിൽ ഒരു വിഷ്വൽ പിക്ചർ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ആ പിക്ചർ കിട്ടാനുള്ള രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നമ്മൾ എന്താണോ നമ്മളെ ഡ്രീമുമായിട്ട് ഗോളുമായിട്ട് കണക്ട് ചെയ്യുന്ന പിക്ചേഴ്സ്, ഒരുപാട് പിക്ചേഴ്സുകൾ ഉണ്ടാവും. അതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് കാണുമ്പം കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഹാപ്പി ഫാമിലി എന്നുള്ള ഒരു പിക്ചറാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പിക്ചർ അതിൽ നിന്ന് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്യാൻവ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ കൊണ്ടുപോയിട്ട് അത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം അറേഞ്ച്മെന്റ് ആണ്. അറേഞ്ച്മെന്റ് ആൻഡ് ഡിസൈൻ. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത എല്ലാ പോസ്റ്ററും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സാറേ, പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ അതിൽ നമുക്ക് കോപ്പി ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ. ഇൻട്രസ്റ്റിന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി ഫോണിൽ പിന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. സ്ക്രീൻഷോട്ട് എടുത്താലും മതി. അതെ, അങ്ങനെ ചെയ്യാം. പിന്നെ ഗൂഗിളിൽ കിട്ടും, അല്ലെങ്കിൽ മാഗസിനില് നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പിക്ചർ, അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ആ പിക്ചർ കാണുന്ന സമയത്ത് നമ്മളെ ഡ്രീം കണക്ട് ആവണം. അതാണ് നമ്മൾ ആ കണ്ടുവെച്ച ഡ്രീം അത്രയും ഷാർപ്പായിട്ട് നമ്മൾ കൃത്യമായിട്ട് എഴുതി കണ്ടുവച്ചത്. അത് ആ ഒരു വിഷ്വൽ കാണുന്ന സമയത്ത് നമ്മൾ ഡ്രീമിലേക്ക് ബ്രെയിന് പെട്ടെന്ന് കണക്ട് ആവണം. അങ്ങനത്തെ ഒരു പിക്ചർ ആയിരിക്കണം. അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ അവസാനത്തെ കാര്യം ഞാൻ പറഞ്ഞത് അതെ അറേഞ്ച്മെന്റും ഡിസൈനും ആണ്. നമ്മൾ ഇപ്പോൾ ഈ ഫോട്ടോസൊക്കെ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് അറേഞ്ച് ചെയ്യണം. നമ്മളിങ്ങനെ പരത്തിയിടാൻ പാടില്ല ബോർഡിൽ. ഇപ്പൊ നമ്മളൊരു വെൽത്തിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു സൈഡ് അറേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഫാമിലിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെങ്കിൽ ഫാമിലി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിനൊരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വിഷൻ ബോർഡ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് കാണുന്നുണ്ടോ? ബ്ലറാവുന്നു. ബ്ലറാണോ? കുറച്ചുകൂടെ മീൻസ് ഓക്കെ. ഓക്കെ. ഇത് ഞാൻ ജസ്റ്റ് ബ്ലറായി വീണ്ടും again it becomes blur. ബ്ലറായി കാണുന്നല്ലോ. ഓക്കെ, ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്. ഇങ്ങനെ വെച്ചപ്പോ കാണായിരുന്നു കേട്ടോ. ഇത്തിരി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇത് ഓൾറെഡി 2023 ലാസ്റ്റില് ഞാനൊരു കോഴ്സ് ചെയ്ത സമയത്ത് ഞാൻ ഉണ്ടാക്കി വെച്ച ഡ്രീംസ് എൻ്റെ വിഷൻ ബോർഡാണത്. അതില് ഇപ്പോൾ ഞാനിത് പറയുന്ന സമയത്ത് പറയാം, ഞാനിപ്പോൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രീംസ് ഇതിലുണ്ട്. എൻ്റെ ഗോൾ ഇതാണ്. ഇതെന്ന് പറഞ്ഞാല് മെഡിറ്റേഷൻ. നമ്മളെ സ്റ്റെഫി മാം അറിയില്ല എല്ലാവർക്കും. സ്റ്റെഫി മാമിന്റെ അണ്ടറിൽ ഇപ്പോൾ ഒരു ഫുൾ കോഴ്സ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് യാദൃശ്ചികമായിട്ട് സ്റ്റെഫി മാം എൻ്റെ മുമ്പ് കൂടെ പഠിച്ച സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും അത് യാദൃശ്ചികമായിട്ട് കണക്റ്റ് ആവുകയും ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഫ്രീക്വൻസി ഓഫ് ലെവല് മേലെ കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളിലേക്ക് അത് എത്തും. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം
ഇതും ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വിഷൻ ബോർഡ് പറഞ്ഞ സമയത്ത് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഗോൾസ് ഒക്കെ നമ്മൾ ഓരോ ഗോൾസിനും ഓരോ വൈബ്രേഷൻ ഉണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത നമ്മൾ ഡ്രീം അച്ചീവ് ചെയ്യേണ്ട ഓരോ ഗോൾസിനും ഓരോ വൈബ്രേഷൻസ് ഉണ്ട്. ആ വൈബ്രേഷൻസിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മളെ വൈബ്രേഷൻസ് കൂട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ വൈബ്രേഷൻ ചിലപ്പോൾ ലോ ആയിരിക്കാം. അപ്പൊ ആ വൈബ്രേഷന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. മെഡിറ്റേഷനിലൂടെ നമുക്ക് കൊണ്ടുവരാം, നമ്മൾ മാനിഫെസ്റ്റേഷനിലൂടെ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഒരു റേഡിയോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ റേഡിയോ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാട്ടൊന്നും കേട്ടോളുന്നില്ല. റേഡിയോന്റെ ഓരോ ലൈൻസും നമുക്ക് ഓരോ ടോണാണ്, ഓരോ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമ്മളെ ചുറ്റിലും പാട്ടുകളുണ്ട് അന്തരീക്ഷത്തിൽ. പക്ഷെ നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും ഷാർപ്പായിട്ട് നോക്കിയിട്ട് അതിങ്ങനെ ടോൺ ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ആ സ്റ്റേഷനിലുള്ള പാട്ട് കിട്ടും, കുറച്ചുകൂടി ടോൺ ചെയ്യുമ്പോൾ ഇപ്പുറത്തുള്ളത് കിട്ടും. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഫ്രീക്വൻസി കറക്റ്റ് ആവുന്ന സമയത്താണ് ആ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതേപോലെ നമ്മളൊരു ഫ്രീക്വൻസി ഉണ്ട്, ഈ ഗോളിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. നമുക്കുള്ളില് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളില് ഒരു ഫ്രീക്വൻസി മോഡുലേഷൻ ട്രാൻസ്മീറ്റർ എന്ന് പറയുന്ന പോലെ ഒരു സംഭവമുണ്ട്. നമ്മളെ ചിന്തകളും നമ്മളെ ഇമോഷൻസുമാണ് അതിൻ്റെ ഫ്യൂവലായിട്ട് വർക്ക് ചെയ്യുന്നത്. നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ, എത്ര ഇമോഷൻസ് അതിന് കൊടുക്കുന്നോ, അതാണ് അതിൻ്റെ ഫ്യൂവൽ, അതിൻ്റെ പവർ, കാന്തിക ബലം എന്നൊക്കെ പറയുന്നത്. മനസ്സിലാവുന്നൊരു ഭാഷ പറയാണ്. അപ്പോൾ നമുക്ക് എന്തിനാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിനെ വലിച്ചെടുക്കാനുള്ള പവർ നമ്മളെ ഉള്ളിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ടാവും. പക്ഷെ അവരത് ഒരു കാര്യം ലൈഫിൽ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതൊരു വിശ്വാസം വരുള്ളൂ. ഇപ്പൊ പറയുമ്പോൾ പോലും എൻ്റെ ലൈഫിൽ ഇതൊന്നും നടക്കൂല, എനിക്കിതൊന്നും പറ്റൂല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കൂല. സത്യമാണ്. നമ്മളെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ ഇതിന്റെ അടുത്ത ഒരു ടിപ്സുകൾ പറഞ്ഞു. ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് നമുക്ക് വർക്കൗട്ട് ആവാനുള്ള ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇമോഷണൽ കണക്ഷൻ ആവുക എന്നുള്ളതാണ്. നമ്മളെ ഗോളായിട്ട് നമ്മൾ ഇമോഷൻ കണക്ഷൻ ഉണ്ടാവണം. നമുക്ക് ആ ഒരു നമ്മളെ വിഷൻ ബോർഡ് തയ്യാറാക്കി, എനിക്കിപ്പോൾ ആ ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഭവമാണെങ്കിൽ, ഫസ്റ്റ് ടൈം നമുക്ക് നോക്കുന്ന സമയത്ത് ഇത്രയും പിക്ചേഴ്സ് കാണുമ്പോൾ നമുക്കൊന്നും ഒരു സ്റ്റേഷൻ കിട്ടില്ല. പക്ഷെ നമ്മൾ കുറച്ച് സമയം അതിൽ നോക്കി നിന്ന് ഓരോ പിക്ചേഴ്സിൻ്റെയും നമ്മൾ കൊടുത്ത ഇമോഷൻസ്, നമ്മൾ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നമ്മളെ ബ്രെയിനിലേക്ക് നമ്മൾ വീണ്ടും റീകോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് ടൈം എടുക്കും, പിന്നീട് നമുക്കത് ജസ്റ്റ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് വരും. അങ്ങനെ അതൊരു സ്പീഡായിട്ടുള്ള ജസ്റ്റ് നോക്കിയാൽ മതിയാവും, നമുക്ക് ആ ഫോട്ടോസ് ഒന്ന് കണ്ടാൽ മതിയാവും. അങ്ങനെ ഫാസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഓരോന്നും നമ്മളിലേക്ക് കണക്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഫ്രീക്വൻസിന്റെ ലെവൽ കൂടുന്ന ഇമോഷൻസ് കണക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് അഫർമേഷൻ കൊടുക്കാൻ പറ്റും. നമ്മൾ എടുത്ത ഗോളിന്റെ കൂടെ നമുക്ക് ഓരോ നല്ല അഫർമേഷൻസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ ചില ആളുകൾ പറയും ഐ വിൽ ബി ഹാപ്പി, ഞാൻ ഹാപ്പി ആവും എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ പറയരുത്. ഐ ആം ഹാപ്പി റൈറ്റ് നൗ, ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഫ്യൂച്ചറിലേക്കല്ല, നമ്മൾ പ്രസന്റിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം. അതാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനും നമുക്ക് അതിലേക്ക് എത്താനും ഒക്കെ സാധിക്കുക. പ്രസന്റ്, നമ്മൾ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഒഴിവാക്കിയിട്ട് പ്രസന്റിൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിക്കണം, നമുക്ക് കിട്ടിയതായിട്ട്. നെക്സ്റ്റ് അതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഇറ്റ് മോർണിംഗിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ്. നമ്മൾ ശാന്തമായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വിഷ്വൽ കാണുകയും കുറച്ച് സമയം അതിൻ്റെ മുമ്പിൽ നിൽക്കുകയും നമ്മൾ അതിനു വേണ്ടി കുറച്ച് സമയം ചിന്ത കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഹാപ്പിനെസ്സോട് കൂടെ ചിന്തിക്കണം കേട്ടോ. നമ്മൾ അതിൻ്റെ മുമ്പിൽ സങ്കടപ്പെട്ടിട്ട് ഇതൊക്കെ എപ്പം നടക്കാനാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിലല്ല, നമ്മൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. ഓക്കെ, അതിൽ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ
നല്ലൊരു പ്ലേസിൽ ഇത് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റെവിടെയെങ്കിലും കാണാത്ത സ്ഥലത്തൊന്നും കൊണ്ടുവെക്കാതെ നല്ലൊരു പ്ലേസിൽ. അഞ്ചാമത്തത് നമ്മൾ ഇതിന് കോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാം. നമുക്ക് കിട്ടിയതിന് നന്ദി എന്നുള്ള രീതിയിൽ. ഇതിൽ ഓരോ ഗോൾസും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം, ഡൗട്ട് ഇല്ലാതെ വിശ്വസിക്കാൻ പറ്റണം. ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളിലേക്ക് വരുന്ന ഗോൾസുകളാണ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഈ യൂണിവേഴ്സിലുണ്ട്. അത് നമ്മളിലേക്ക് കണക്റ്റ് ആവാൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ കണക്റ്റ് ആവുന്നുണ്ട്, കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിശ്വസിക്കുക, പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. അതിലൊരു ഡൗട്ടിൻ്റെ ആവശ്യം മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ സ്ലോ ആവും. ആ ഡൗട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ചിന്തകളെ കൺഫ്യൂസ് ചെയ്യും. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഫ്യൂവൽസിൻ്റെ പവർ കുറയ്ക്കും. അതാണ് അതിൽ സംഭവിക്കുന്നത്. രണ്ട് ചിന്തകൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ പവർ കുറയും. പിന്നെ ഇതിൽ നമ്മൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മൈൻഡിൽ ഇല്ലാതിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തത് ഫിയർ, അതുപോലെ തന്നെ ഗിൽട്ട്, ബ്ലെയിം, ജലസി, അതേപോലെ തന്നെ ഡൗട്ട്, ക്രിറ്റിസിസം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യങ്ങളും നമുക്ക് വർക്കൗട്ട് ആവില്ല. ഓക്കെ, ഇത് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ജലസി ഉള്ള ഒരാളെ കുറിച്ച് ഞാൻ പറയാം. മറ്റൊരാൾക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്ന സമയത്ത്, അല്ല മറ്റൊരു വീട്ടിൽ ഒരു കാർ എടുക്കുന്ന സമയത്ത്, ആ കാർ എടുക്കുന്ന സമയത്ത് അയാളെ ഉള്ളിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് അത് നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ ഒരിക്കലും ആ വ്യക്തിക്ക് ആ സാധനം ഒരിക്കലും കിട്ടില്ല. കിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ അതിനെ ആഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്താ പറയുക, ചില ആൾ കുറ്റം പറയുന്നതെന്നൊക്കെ പറയുന്നതൊക്കെ അല്ലേ. ആ കുറ്റം പറയുന്നത് ഈ ഉപബോധ മനസ്സിൽ ജലസി ഉണ്ടാവുന്ന ആൾക്കല്ലേ കുഴപ്പമുള്ളൂ. അതെ, മറ്റേ ആൾക്ക് കുഴപ്പമില്ലല്ലോ. അല്ല, ഇല്ലാത്തവർക്കല്ല, ഉള്ളവർക്ക്. അപ്പൊ അല്ല, അവർക്ക് ഇയാള് ജലസി ഉള്ളത് കൊണ്ട് ആ മറ്റേ ആൾക്ക് കുഴപ്പം വരുന്നില്ലല്ലോ അല്ലെ. അല്ലല്ല, ഇത് ഉള്ളവർക്കാണ് ജലസി ഉള്ള ഇപ്പൊ എനിക്കുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ വിഷ്വലൈസ് ചെയ്യുന്നതിന് എനിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല, എനിക്കാ പ്രശ്നം. ഉള്ള ആളുകൾക്കാണ് കിട്ടാൻ ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു കാറൊക്കെ എടുക്കുമ്പോൾ ചില ആളുകൾ കാണാം വളരെ ഹാപ്പി ആയിട്ട്, വാവ് ഇത്രയും നല്ല കാറ് ഇവിടുന്ന് സന്തോഷത്തോടു കൂടെ അവരുടേതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ഒരു വിജയമായിട്ട്, അല്ലെങ്കിൽ അവരെ സ്വന്തം കാറ് പോലെ ഞാനൊന്ന് ഇരുന്ന് നോക്കട്ടെ, ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ അവിടെ വിഷ്വലി വർക്കൗട്ട് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പൊ അത്രയും ഹാപ്പിനെസ്സോട് കൂടിയാണ് അതിനെ സ്വീകരിക്കാൻ പോകുന്നത്. ഒരാള് ഒരു ഉയർച്ച, ഒരു ജോലിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് വിഷ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവരെ കൺഗ്രാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിലൊരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുക. അങ്ങനത്തെ ഒരു മനസ്സ് ഉണ്ടാവുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവായി പോവുക. ഓക്കെ, അതിൽ ലവ് ഉണ്ടാവണം, ഗ്രാറ്റിറ്റ്യൂഡ്, പാഷൻ, ജോയ്ഫുൾനെസ്, ഹാപ്പിനെസ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് അടുക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ചൈൽഡ്ഹുഡ് മൈൻഡ് ആയിരിക്കണം. ഒരുപാട് പ്രഷറുകളോ അല്ലെങ്കിൽ പല ഇമോഷൻസുകളിലൊക്കെ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഗോള് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അത് സക്സസ് ആക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ എൻ്റെ ഒരുപാട് ഗോളുകൾ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം അതിന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുപാട് ഗോളുകൾ ഇപ്പോൾ ഈ നിൽക്കുന്ന വിമ്പിളിൽ എത്തിയതും അങ്ങനെ ഇതേ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ എത്തിയതാണ്. അത് ഒരു ലെവലിൽ എത്തുന്നത് വരെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ അങ്ങനത്തെ ആളുകളായിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് കണക്ട് ആകുന്നത്. ഇപ്പോൾ ഈ ഗ്രൂപ്പിലുള്ളവരായെങ്കിലും ഈ വിമ്പിളിലുള്ള ആൾക്കാരാണെങ്കിലും അതിനു മുമ്പേ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മളെ ഇതുവരെ ഇപ്പോഴും കാണാത്ത ആളുകളുണ്ട് ഫ്രണ്ട്സുകളായിട്ട്, ഒരു വർഷമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു കണക്ഷനാണ്. നമ്മളെ മൈൻഡ് അതിനു വേണ്ടി ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് കണക്റ്റ് ആയതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഒരു ചെറിയ ചെറിയ ഗോളുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ
അപ്പോൾ അതിൽ നിന്ന് നമുക്കത് കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹാപ്പിനെസ്സിൽ നമുക്ക് നെക്സ്റ്റ് ഗോൾ ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവും. അപ്പോൾ എന്തായാലും വിഷൻ ബോർഡിനെ കുറിച്ച് ഇത്രയൊക്കെ പറയാൻ ആണ് ഞാൻ ആഗ്രഹിച്ചത്. എന്തായാലും താങ്ക് യു. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? വിഷൻ ബോർഡിന്റെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? സാർ പിൻട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞാൽ അതോ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ആ ഒരു ആപ്ലിക്കേഷൻ. പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തെ നമുക്കിപ്പോൾ ആ. എന്തെങ്കിലും ഒരു പിന്നെ പിക്ചർ വേണം. ഇപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുന്ന നമുക്ക് ഒരു ഹാപ്പിനെസ് മൂവ്മെന്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഹാപ്പിനെസ് മൂവ്മെന്റ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഹാപ്പിനെസ് ആയിട്ട് കിട്ടുന്ന കുറെ പിക്ചേഴ്സ് വരുമല്ലോ. അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നമുക്ക് ചില എല്ലാ ഫോട്ടോസും നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലത്തെ നമ്മൾ ആഗ്രഹമായിട്ട് കണക്റ്റ് ആവുന്ന ഏറ്റവും കണക്റ്റ് ആവുന്ന ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്യാൻവ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് ആ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അത്രയും നമ്മൾ സെലക്ട് അത് മറ്റൊരാൾ കൊണ്ടുത്തരുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹമായിരിക്കില്ല അത്, അല്ലേ? നമ്മൾ അത് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളെ കറക്റ്റ് നമ്മളെ സെലക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. ഈ അതാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോഴേ ഇപ്പം ഡിജിറ്റൽ ആയിട്ട് ഉണ്ടാക്കുമ്പോ ഹെൽത്ത് തന്നെ വരണം, വെൽത്ത് തന്നെ വരണം, അങ്ങനെ ഉണ്ടാക്കത്തില്ലേ? അല്ല, നമുക്ക് എല്ലാം ഇതിൽ കൊണ്ടുവരാൻ പറ്റും. നമ്മളെ ഒരു ബോർഡ് ഒന്ന് മാത്രമൊന്നല്ല, നമ്മൾ ഏതാണോ ഇപ്പോൾ എല്ലാം ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് വെക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ വാൾപേപ്പർ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോഴ്സുകളില്ലേ, അതൊക്കെ മണി ആണെങ്കിൽ മണിന്റെ നമ്മളൊരു ക്യാഷിന്റെ ഒക്കെ ഇത് വരുന്ന ഒരു ഫോട്ടോസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, ഹലോ സാർ, പറയൂ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. എന്നെ ഉണ്ടല്ലോ എന്റെ മോളുമാർ ഇങ്ങനെ കളിയാക്കുന്ന പോലെ പറയും കേട്ടോ. അതായത് ഞാനിങ്ങനെ ഭയങ്കര അമ്പലത്തിൽ പോക്കും പ്രാർത്ഥനയൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ വിഷ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ അത്ര അങ്ങ് നടക്കാറുമില്ല കേട്ടോ. അപ്പൊ അവര് ഞാൻ ശരിക്കും പോവുക, പ്രാർത്ഥിക്കുക, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുക അതൊന്നും ഇല്ല. അപ്പൊ അവരെന്നെ ഇങ്ങനെ കുറെ ആയിട്ട് പറയും, അമ്മ ഇങ്ങനെ ഒരു വിഷൻ ബോർഡ്, അമ്മച്ചിക്ക് എന്തൊക്കെയാ ആഗ്രഹം അതൊക്കെ വെച്ചൊന്ന് ചെയ്യും, അപ്പൊ നടക്കും എന്നൊക്കെ പറയും. പക്ഷെ ഞാനുണ്ടല്ലോ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോ ഇവരിങ്ങനെ പറയുന്നതൊക്കെ വെച്ച് ഞാൻ ഒരു ബുക്കിലൊക്കെ ഇങ്ങനെ ചെയ്ത് ഒരു വിഷൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ സാർ പറഞ്ഞ പോലെ ഇത്ര ഇങ്ങനെ ഓർഡർ ആയിട്ട് കറക്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെ ചെയ്ത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കണമെന്ന്. അപ്പൊ അതിനായിട്ട് ദൈവം തന്ന ഒരു അവസരമാണ് സാറിന്റെ ക്ലാസ് എന്ന് തോന്നി കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നേ, നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിട്ട് മനസ്സിലായി. പിന്നെ സാറാണെങ്കിൽ നല്ല മെച്ചുവർ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ അവിടെ ഇപ്പൊ 3 മണി, അതെ, അവിടെ ഇപ്പൊ 3 മണിയല്ലേ ആയിട്ടുള്ളൂ അല്ലെ. ആദ്യം സാർ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നിരുന്ന് പറയുന്ന ഒരു ഇതാണോന്ന്. പക്ഷെ പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ സൂപ്പർ ആയിരുന്നു കേട്ടോ, നന്നായിട്ട് മനസ്സിലായി. പിൻട്രസ്റ്റ് ഇവര് കുട്ടികൾ പറയാറുണ്ടെങ്കിൽ നമ്മൾ ഈ പിൻട്രസ്റ്റ് ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. താങ്ക് യു കേട്ടോ സാറേ, താങ്ക് യു സോ മച്ച്. ശരിക്കും നല്ല മെച്ചൂരിറ്റി ഉണ്ടായിരുന്നു ക്ലാസ്. ഞാനും അത് ഓർത്തായിരുന്നു കേട്ടോ. വിചാരിച്ചു ഈ ഏജിലുള്ളവർക്കൊക്കെ ഇത്രയും മെച്ചൂരിറ്റി എങ്ങനെ വന്നു എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ മാമുണ്ടല്ലോ, സ്റ്റെഫി മാമും ഒക്കെ അതാണല്ലോ, ഭയങ്കര ചെറുതാണെങ്കിലും എത്ര വലിയവരെ പോലെയാ ക്ലാസ് എടുക്കുന്നത് അല്ലെ. അപ്പൊ ഏജ് ഒന്നും ഇതിനൊരു ബാധകമല്ല. അവരുടെ എക്സ്പീരിയൻസസ് ആണ്, ലൈഫ് എക്സ്പീരിയൻസസ് ആണ് അവരെ ഇത്രയും മെച്ചുവേർഡ് ആക്കുന്നത് അല്ലെ സാറേ? ചെറുതല്ല, പ്രായമൊക്കെ ഉണ്ട്. അല്ല, എന്നാലും ഞങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോ എന്താ പറയില്ല അല്ലെ പ്രായം. അതെ, അല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ് എടുക്കേണ്ട ആളായിരുന്നു, ഉറങ്ങിപ്പോയതാണ്, അതുകൊണ്ട് ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഇതില് 5-6 പേര് നിരത്തി നിന്ന് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സജിന മാം എടുത്തു പറയേണ്ടതാണ് എന്തായാലും. വിളിക്കണം ഓർത്തു. അതെ, ഡൗട്ട് ചോദിച്ചോട്ടെ ചോദിച്ചോളൂ. സാറേ, ഞാനേ ചെറുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര ആഗ്രഹങ്ങളും
ഉള്ളിൽ ഭയങ്കര ഇങ്ങനെ വിഷ്വലൈസേഷൻ ഒക്കെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ആ ഒരു ഇതിൽ തന്നെ ഒരു ചെറിയ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും നന്നാവാനുള്ളൊരു ഇതുള്ള ബിസിനസ്സാണ്. പക്ഷെ അതിലേക്ക് ആയിട്ടില്ല. ഉള്ളിൽ ഭയങ്കര തീവ്രമായ ആഗ്രഹമുണ്ട്. ഓക്കെ. അപ്പോൾ അതിലേക്ക് നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണോ? അത് തന്നെ. നമ്മളിപ്പോൾ നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. ഇംപ്രൂവ്മെന്റ്സ് എന്ന് പറയാനില്ല. നമുക്കൊരു കൂടുതൽ ക്യാഷിന്റെ ഒരു ഡീലിങ്സ് ഒന്നും നടക്കണില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളത് ഇംപ്രൂവ്മെന്റ്സ് ആവുന്ന മനസ്സിൽ കാണുന്നുണ്ടോ? ഉണ്ട്. ഞാൻ നന്നായിട്ട് ഇങ്ങനെ കച്ചവടം നടക്കുന്നതും എല്ലാം ഇങ്ങനെ എപ്പോഴും ഉള്ളിൽ ഭയങ്കര തീവ്രമായ ഇതുണ്ട്. കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു ചെറിയൊരു ഇടയ്ക്കൊരു ഡൗട്ടും വരും. ചിലര് അയ്യോ അവരെന്ത് വിചാരിക്കും ഞാൻ പറയുമ്പോ, അങ്ങനത്തെ ചില ചിന്തകൾ ഇടയ്ക്ക് കയറി വരണുണ്ട്. ഓക്കെ. ഇതില് കൂട്ടത്തിൽ പോയി പറയാനുള്ള ഒരു സംസാരിക്കാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഇപ്പോ നമ്മളൊരു ശക്തമായിട്ടൊരു കാര്യത്തിനെ കുറിച്ച് ആഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കാം. അത്രയും ശക്തമായിട്ട് നമ്മൾ ശക്തമായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തില്. നമ്മളിപ്പോ ആഗ്രഹിച്ച ഒരു കാര്യം, ഇപ്പോ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വണ്ടി ആയിക്കോട്ടെ, ഒരു വണ്ടി നമ്മൾ എടുക്കണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയാണ്. അതിയായ ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ചിന്തിക്കുക, അല്ലെ? കൂടുതലായിട്ട് ചിന്തിക്കും. ആ ചിന്തകളിലൊന്നും നെഗറ്റീവ് ഉണ്ടാവില്ല, അത് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് പ്രണയമാണ്. പ്രണയത്തിൽ എന്താന്ന് വെച്ചാൽ അത്രയും ഡോപ്പമിൻ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് അതിലാണ്. ആ ഒരു സമയത്ത് കൂടുതലും പോസിറ്റീവ് ഇമാജിനേഷൻ ആണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്, അല്ലെ? ഫാസ്റ്റ്. അപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് ഇമാജിനേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പക്ഷെ അതേ നമ്മൾ തന്നെ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു, എനിക്ക് ഡെവലപ്പ് ചെയ്യണം, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് കയറണം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെയല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയും നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും അതിൻ്റെ കൂടെ. അപ്പൊ ഇത് രണ്ടും കൂടെ ആവുമ്പോൾ നമ്മളെ ഉപബോധ മനസ്സ് കൺഫ്യൂഷൻ ആവും. നമ്മൾ ഒരു കാര്യം വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവണം നമുക്ക്. ഐ വിൽ ഡു ഇറ്റ്, അത് ഞാൻ ചെയ്യും എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അതിപ്പോ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ കള്ളത്തരം പറയുകയാണല്ലോ എന്നുള്ള ഉള്ളിൽ നമ്മൾ തോന്നലുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഓരോ അഫർമേഷൻസ് ഒക്കെ പറയാറുണ്ടല്ലോ, ഞാൻ ഹാപ്പിയാണ്, ഞാൻ വളരെ കൂളാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളുള്ളിൽ നമുക്കറിയാം ഞാൻ വെറുതെ പറയുകയാണെന്നുള്ളത്. ആ തോന്നലോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കത് വർക്കൗട്ട് ആവില്ല. നമ്മളത് പറയുന്നു എന്നേ ഉള്ളൂ, നമ്മളെ ബോധ മനസ്സിൽ നമുക്കറിയാം നമ്മളെ കബളിപ്പിക്കുകയാണെന്നുള്ളത്. അപ്പൊ അവിടെ നമുക്ക് മെഡിറ്റേഷൻസ് ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. നമ്മളെ മൈൻഡിനെ കൃത്യമായിട്ടുള്ള ഒരു ദിശയിലേക്ക് തിരിച്ചു വെക്കാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇപ്പൊ ചില സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്, ചില ആളുകൾക്ക് ഒരുപാട് പൈസ ഉണ്ടല്ലോ, ഒരുപാട് സന്തോഷങ്ങളുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ഇല്ലാതെ പോയി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഈ കഴിവുകളൊക്കെ എല്ലാ മനുഷ്യരും തന്നിട്ടുണ്ട്, ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു എന്താ പറയാ, മെറ്റീരിയൽ ലൈഫിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻവോൾവ്ഡ് ആയിരിക്കും. നമ്മൾ വന്നത് നമ്മൾ ഷഫി മാമിന്റെ ക്ലാസ്സായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മളിവിടെ വന്നത് ഒരു സ്പിരിച്വൽ ബീങ് ആയിട്ടാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു സ്പിരിച്വൽ ബീങ്ങിനെ ആണ്. എന്താ വെച്ചാൽ നമ്മൾ ലൈഫിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സാഹചര്യം കൊണ്ട് നമ്മൾ പല വഴിക്കും ആയിപ്പോയിട്ടുണ്ട്. അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ആ ഒരു പഴയ ചൈൽഡ്ഹുഡ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല, ഇമോഷൻസിനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ മെഡിറ്റേഷനും നമ്മളെ ബ്രീത്തിങ് എക്സസൈസും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ മനസ്സിനെ നമ്മളെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം.
ആ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ 100% പറ്റും. എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നടന്നിട്ടുണ്ട്. ഹലോ, താങ്ക് യു സാർ. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പൊ എന്തുകൊണ്ടാണ് സ്റ്റക്ക് ആയെന്നുള്ളതേ. അത് വിശ്വസിക്കാം. അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും പറ്റും. ഓക്കെ സാർ, ഞാൻ ശ്രമിക്കും. ഞാൻ ഈ ഗ്രൂപ്പിൽ അറിയിക്കാം എന്റെ വിജയം. തീർച്ചയായിട്ടും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ആ ഒരു സന്തോഷ വാർത്ത അറിയാൻ കഴിയട്ടെ. നെക്സ്റ്റ് താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ ഒരുപാട് താങ്ക് യു സോ മച്ച്. ആക്ച്വലി ദ മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷനെ നമുക്ക് ആക്ഷൻ ആക്കി മാറ്റാനുള്ള ഒരു കഴിവ് നമ്മൾ തന്നെ അത്രത്തോളം ഉണ്ടെന്ന് റിമൈൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് എന്താ പറയാ, ഐ ഫെൽറ്റ് ലൈക്ക് എ ക്ലാസ് ടേക്കൺ ബൈ എൻ എക്സ്പീരിയൻസ് പേഴ്സൺ, യുനോ, ഫിൽഡ് വിത്ത് വിസ്ഡം. അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്ലാസ് അറിയാം, നമുക്കറിയാം. മീൻസ് ജിഷ മാം, ഹൈസമിന്റെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഊത്തല്ലേ അല്ലെ, നമുക്ക് ക്ലാസ്സിൽ കിട്ടുമ്പോൾ നല്ലൊരു ഒബ്സർവർ ആയിട്ട് പറയുന്നതാണല്ലോ. അതെ അതെ അതെ, ശരിക്കും. താങ്ക് യു സോ മച്ച്. ഇതിൽ നമ്മൾ എന്തായാലും ഒരുപാട് എനിക്കും ഈ ഒരു സംഭവം മനസ്സിലിങ്ങനെ വിചാരിച്ചാ പോലെ എന്ന് അതെ, വിചാരിക്കാറുണ്ട്. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ ഉള്ളിൽ ഇത്രത്തോളം പവർഫുൾ ആണെന്ന് ആ ഒരു ഇത് ക്ലാസ്സിലൂടെ ഒരു ആക്ഷൻ മനസ്സിലായി. എടുക്കാനുള്ള ഒരു പ്രചോദനം കിട്ടി. ഉം. അതിന്റെ ശരിക്കും ആ സയന്റിഫിക് ആയ കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് എന്തൊക്കെയൊക്കെ അറിയാമെങ്കിലും ഇപ്പൊ കറക്റ്റ് ആയിട്ടൊരു ഇൻഫർമേഷനും ഒക്കെ ആയിരുന്നു കേട്ടോ. താങ്ക് യു ഹൈസം. ഇനി Thank you. ഇതുപോലത്തെ ഇതൊക്കെ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറക്കം കളഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾക്കൊക്കെ വേണ്ടി ഇത്ര സമയം തന്നതിന് നന്ദി കേട്ടോ. ഈ ഒരു ഗ്രൂപ്പിൽ വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു ഗ്രൂപ്പ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നമ്മളെ വിമ്പിളില് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വേറെ ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. ഇത്ര ഒരു വൈബ്രന്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എനി ടൈം മെസ്സേജ് ആണ് അതിൽ. രാവിലെ മുതൽ അത് പല വിഷയങ്ങളാണെങ്കിൽ പോലും ആ ഗ്രൂപ്പിനെ ആക്റ്റീവ് ആക്കി കൊണ്ടുപോകുന്നതിൽ ഒരുപാട് മെമ്പേഴ്സ്, നമ്മളെ നിസാവ് സാറ്, അതേപോലെ തന്നെ അർച്ചന മാം, സായർ സാറ്, പിന്നെ അങ്ങനെ കുറെ പേര് അവര് സ്ഥിരമായിട്ട് അതിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പിനെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൽ നമ്മുടെ സജ്ന ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം ഇന്നിപ്പോ ഞാൻ ഉറങ്ങിപ്പോവെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 4 മണിക്ക് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉറങ്ങിയിട്ടാണെന്നുള്ള അറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ട്. അപ്പൊ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഗ്രൂപ്പിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തായാലും എല്ലാവർക്കും താങ്ക്സ്. ഇപ്പോ ഇത് കഴിഞ്ഞില്ല നമ്മളെ ടൈം. ഞാനിവിടെ പറയട്ടെ, നല്ല സെഷൻ ആയിരുന്നു ഹൈസാം. നമ്മളെ അതെ അതെ, എനിക്ക് മനസ്സിലായത് നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി വേണം. അതാണ് വിഷൻ ബോർഡിന്റെ ഉദ്ദേശം അല്ലേ, എങ്ങനെയാണ് അച്ചീവ് ചെയ്യാന്നുള്ളത്. നല്ല സെഷൻ ആയിരുന്നു, എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. ഹൈസാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സൈക്കോളജി പഠിച്ചു തുടങ്ങിയ സമയത്ത് ഒരു 2 വർഷക്കായി കാണൂലേ ഇപ്പം, ഇല്ലേ, 2 വർഷം ആവാറായി തോന്നുന്നു. ആ സമയത്ത് നമ്മളെ ഒരു നേർദിശയിലേക്ക് കൊണ്ടുപോയ ആളാണ്. ഇതുപോലത്തെ എത്രയോ ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അപ്പൊ അതിന് ഇനി പ്രത്യേകിച്ചൊരു ഫീഡ്ബാക്ക് ഒന്നും പറയുന്നില്ല. ഏത് സമയവും റീച്ചബിൾ ആയിട്ടുള്ള ഒരാളുമാണ് എന്ത് കാര്യത്തിനും. അപ്പൊ ഇനിയും മോർണിംഗ് സർക്കിളിൽ വരിക, ക്ലാസ്സുകൾ എടുക്കുക. നമുക്ക് കിട്ടിയ പോലത്തെ ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. റോസ് സാറിന്റെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഇത് പൂർണ്ണമാവുകയുള്ളൂ. ഞങ്ങളൊക്കെ ഒരു ബാച്ചിൽ നിന്ന് വന്ന ആളുകളാണ്, ഒരു ടീമായിരുന്നു. ആണല്ലോ, 26 പേര് ഞങ്ങൾ എല്ലാ മോർണിംഗ് സെഷനിലും സ്ഥിരമായി കിട്ടുന്ന സ്വരമാണ് റോസ് സാറിന്റെ. അപ്പൊ സാറിന്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് പൂർണ്ണതയിലോട്ട് വരുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാൽപ്പായസില്ലാണ്ട് സദ്യ ശരിയാവില്ലല്ലോ. എങ്ങനെ? പാൽപ്പായസില്ലാണ്ട് സദ്യ അതെ ശരിയാവില്ലല്ലോ. അതെ അതെ അതെ, ഞാനും ഓർക്കുമായിരുന്നു കേട്ടോ, സാറിന്റെ സൗണ്ട് കേട്ടില്ലല്ലോ ഇന്ന്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, വളരെ യൂസ്ഫുൾ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു വിഷൻ ബോർഡ് ചെയ്യിപ്പിക്കാന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കായിരുന്നു.
എനിക്ക് 10th സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോ ഞാൻ ചെയ്യിപ്പിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് ഷീറ്റ് കൊണ്ടുവരാൻ പറയും, കളർ പെൻസിലൊക്കെ കൊണ്ടുവരാൻ പറയും. എന്നിട്ട് പിന്നെ അവര് ഓരോ സബ്ജക്റ്റുകൾ എഴുതും. എന്നിട്ട് അവരുടെ ആ ഒരു ഗോൾ A+ അങ്ങനെ അവരെ കൊണ്ട് എഴുതിപ്പിക്കും. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ആം എ വിന്നർ, മൈ സൂപ്പർ പവർ ഈസ് കൺസിസ്റ്റൻസി, അങ്ങനെ കുറെ ഇതുകളൊക്കെ എഴുതിപ്പിക്കും. പിന്നെ അവരുടെ അടുത്ത് പറയും ആ ബോർഡ് നമ്മൾ പഠിക്കുന്ന കാണുന്നോടെ തന്നെ വെക്കണം എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ ആ ഒരു ബോർഡ് കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് വരുന്ന ആ ഒരു ഡേ നിങ്ങൾ ഇമാജിൻ ചെയ്യണം. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന, നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ഭയങ്കര ഹാപ്പി, ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഹാപ്പി, എല്ലാവരും ഭയങ്കര അഭിനന്ദനങ്ങൾ അയച്ചുകൊണ്ടിരിക്കണ, കേക്ക് കട്ട് ചെയ്യണ, ഗിഫ്റ്റ് തരണ, അതൊക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറയും. അപ്പൊ കുറെ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ പറയാറുണ്ട് കേട്ടാ, മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറുന്നുണ്ടെന്ന് അവർക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്നാലും കുറെ കുട്ടികൾക്കൊക്കെ സെൽഫ് ഡൗട്ട് ആയിരിക്കും, സാറ് പറഞ്ഞ പോലെ, അയ്യോ എനിക്കിത് പറ്റുമോ എന്നുള്ള ഒരു, അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് ക്ലിയർ ആക്കണല്ലേ, അങ്ങനെയുള്ള കുട്ടികളെ. അതായത് അതെ എന്നെ കൊണ്ട് ഇത് പറ്റും, നമ്മളിപ്പോ ഇതൊക്കെ എഴുതിപ്പിക്കുമ്പോ ഓരോരുത്തരുടെ ലെവല് വെച്ചിട്ട് അവര് എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും ഒരു ഗോള് നമ്മൾ എഴുതിപ്പിക്കും. എന്നിട്ട് ഇപ്പൊ ഓരോ സബ്ജക്ട് എഴുതിയിട്ട്, ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഇവരെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കും, കളർഫുൾ ആയിട്ടൊക്കെ വെക്കും. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുമ്പോഴും കുറെ കുട്ടികൾക്ക് സെൽഫ് ഡൗട്ട് ആയിരിക്കും, പറ്റുമോ എന്നുള്ളതേ. അതൊരു പ്രശ്നമാണല്ലേ. അങ്ങനത്തെ ഉള്ളവർക്ക് നമ്മൾ ചെറിയ ഗോളുകൾ, ഷോർട്ട് ടൈം ചെറിയ ഗോളുകൾ ആദ്യം കൊടുക്കുക എന്നുള്ളതായിരിക്കും നന്നാവുക. എന്താ വെച്ചാൽ അവർക്ക് ഒരു ചെറിയ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടും. ചെറിയ ചെറിയ ഗോൾസ് കൊടുത്തിട്ട് അവരെ കൊണ്ട് അച്ചീവ് ചെയ്യിപ്പിച്ചെടുക്കുക. അപ്പോ ഇപ്പൊ നമ്മളിപ്പോ അടുത്ത് വരുന്ന മിഡ് ടേം എക്സാം വരുമ്പോ അതിൽ ഒരു ചെറിയ ഗോൾ ആയിട്ട് കൊടുക്കാം. അങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടല്ലേ അവർക്ക് അവരെ അവരൊരു കോൺഫിഡൻസ്. കാലിബർ, അവരൊരു കഴിവ് വെച്ചിട്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഒരു കോൺഫിഡൻസ് വരും, ഒരു ട്രസ്റ്റ് വരും. അപ്പോൾ അടുത്തത് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും അവർക്ക്. ആ ഒരു പേടി ഉള്ളിലൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും വർക്കൗട്ട് ആവില്ലല്ലോ. അതെ. തീർച്ചയായിട്ടും. ശരിക്കും ഞാനിപ്പോ അത് ചെയ്യിപ്പിക്കണ സമയമായിട്ടുണ്ട്. മാർച്ചിലാണ് അവരുടെ ബോർഡ് എക്സാം വരുന്നത്. അപ്പൊ എന്തായാലും ഓക്കെ. സാറിന്റെ ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയി. ഞാൻ ഇന്നലെ ടോപ്പിക് കണ്ടപ്പോ തന്നെ എനിക്ക് സന്തോഷമായി. ഇങ്ങനെ ഒരു ഇത് ചെയ്യിക്കാൻ പോയാണിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ സയന്റിഫിക് വശങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ സെൽഫ് ഡൗട്ടിന്റെ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കാം. ഓക്കെ, താങ്ക് യു. ഹലോ, ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് പറയുകയാണ് ഈ ഒരു ക്ലാസ് എടുക്കാൻ വന്നതിൽ. കഴിഞ്ഞ തവണ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഭയങ്കര പ്രൗഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പോ റൌഫ് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും കുറെ നാളുകളായിട്ട് കണക്ട് ആയിട്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ ശരിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നല്ലൊരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് ഹൈസാമിൻ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ പറഞ്ഞ വിഷൻ ബോർഡ്, ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് മുന്നേ ഇപ്പൊ ഹൈസാമിന്റെ തന്നെ നമുക്ക് കുറെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ഒരു സക്സസ് ഈ പറഞ്ഞ ഇപ്പൊ തന്നെ ഒരു വിഷൻ ബോർഡ് കാണിച്ചല്ലോ, അതുപോലെ തന്നെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും അതിന്റെ സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. നേരത്തെ ആരോ ചോദിച്ചല്ലോ, സുമി ആണെന്ന് തോന്നുന്നു അല്ലേ, ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞത്. അത് അതെ. കറക്റ്റ് ആയിട്ട് നമ്മളുടെ ആ ഒരു ഡൗട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ശരിക്കും നമ്മളത് വിശ്വസിക്കുക അത് കിട്ടും എന്നുള്ളത്. നമ്മളുടെ തടസ്സങ്ങളൊന്നും തീരെ മാറിയിട്ടല്ല നമ്മൾ ഇതൊന്നും അച്ചീവ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻ പലപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് അത് വന്ന് ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫ്ലോയിൽ നമ്മൾ പോവുകയും ചെയ്യും. അപ്പൊ അത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ സുമി മാമിന് ഉറപ്പായിട്ട് അത് സാധിക്കും. അതിവിടെ വന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നല്ല ക്ലാസ്. ഞങ്ങളും വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് സുമി മാമിന്റെ സക്സസ്. അത് മാം ഇവിടെ ഗ്രൂപ്പിൽ വന്ന് പറയുന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. താങ്ക് യു. എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ധൈര്യം വന്ന്, എല്ലാവരും കൂടെ ഉണ്ടല്ലോ. അതെ അതെ തീർച്ചയായും. അതെ, നമ്മളെ കൊണ്ട് പറ്റുന്ന വിചാരിച്ചാൽ മതി. ഇപ്പോ ഇത് പറഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് ഒരു സ്ഥലത്ത് പോയിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 20 കിലോമീറ്റർ ദൂരം.
ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. അപ്പോൾ ഞാനത് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് എൻ്റെ വാൾപേപ്പറായിട്ട് ഇട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിട്ട് അങ്ങനത്തെ സ്ഥലത്ത് താമസിക്കണം എന്നാണ് എൻ്റെ ഒരു ഡ്രീം. ഇനി ഒരു പുതിയ വീട് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ ചെയ്തിട്ട് ഒരു 6 മാസത്തോളമായി. അങ്ങനെ ഫോട്ടോ ഞാൻ വെറുതെ ഇട്ടാണ്, വേറെ ഒരുപാട് വാൾപേപ്പേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇത് ഇട്ടു. അപ്പോൾ ഞാൻ ദിവസവും ഈ പിക്ചർ ഞാൻ കാണും, ഒരുപാട് തവണ കാണും. പക്ഷെ നമ്മൾ അതിൽ ഒരു ഇമോഷൻസ് പലപ്പോഴും കൊടുക്കാറില്ലെങ്കിലും ചില സമയത്ത് അത് കാണുന്ന സമയത്ത് കുറച്ചു നേരം നോക്കി നിൽക്കും. അത് അങ്ങനത്തെ ഒരു സീനറിയാണത്. ഒരു മലഞ്ചെരുവിന്റെ സൈഡില് ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്ന, എവിടെയാ സ്ഥലം എന്ന് വെച്ചാല് കക്കയത്താണ്. കക്കയം ഡാമിൽ നിന്ന് വരുന്ന ആ ഒരു വ്യൂ ആണ്. അപ്പോൾ ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് എനിക്ക് കൗൺസിലിങ്ങിന് അവിടുന്ന് ഒരാൾ വരികയും അവരെ കണക്ട് ചെയ്ത് കൗൺസിലിങ്ങിനാണ് വന്നതെങ്കിലും അവരെ കെയർ ഓഫിൽ അവിടെ ആ പറഞ്ഞ പ്ലേസിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് അവിടെ ഒരു വീട് വിൽക്കാൻ എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നെ കണക്റ്റ് ആവുകയാണത്. അപ്പോൾ ഇത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് വരികയായിരുന്നു ആ സംഭവം. നമ്മൾ ആഗ്രഹിച്ചിരുന്നത്, നന്നായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ആഗ്രഹിച്ച സാധനം വീട് അവർക്ക് വിൽക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് എന്നെ അങ്ങനെ എത്തിപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ മൈൻഡ് അതിനു വേണ്ടി നമ്മൾ ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. 100%. ഞാനും കൂടെ പറയാം, എന്നിട്ട് നിർത്താം. എന്താണ് അങ്ങനല്ല, മീൻസ് ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താനാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഒരു IT പ്രൊഫഷണലാണ്. ഒരു അറൗണ്ട് 20 years അടുപ്പിച്ചായിട്ട് ആ ഒരു ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. സൈക്കോളജി യാദൃശ്ചികമായിട്ട് ജോയിൻ ചെയ്തതാണ്. അതും അത്ര സീരിയസ് ആയിട്ടൊന്നും ജോയിൻ ചെയ്തതല്ല, അങ്ങനെ കണ്ടപ്പം ജോയിൻ ചെയ്തു. പക്ഷേ നമ്മൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്ത് ഹൈസാമും ഷെജിലയും കൂടെയാണ്, ഹൈസാം സാറും ഷെജില മാമും കൂടെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാനാണ്. അപ്പം നമ്മളന്ന് കൂടുതലും വോയിസ് ആയിരുന്നു, പിന്നെ സെഷനായിട്ട് എടുക്കുന്നത് കുറവായിരുന്നു. ആരെങ്കിലും ഒരാളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യും. ഇപ്പം സെജിന മാം നമ്മുടെ മോർണിംഗ് സർക്കിൾ ഗ്രൂപ്പ് കൊണ്ടുപോകുന്ന പോലെ ഷെജില മാം ആയിരുന്നു അന്ന് കൊണ്ടുവരുന്നത്. ഒരു ടോപ്പിക്ക് തരും, എല്ലാവർക്കും അതിനെ പറ്റി സംസാരിക്കാൻ അവസരം, ഡിസ്കഷൻ. അപ്പം ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, ഇപ്പം ഈ ഹൈസാമൊക്കെ എടുക്കുന്ന പോലെ എനിക്കും ക്ലാസ് എടുക്കാനൊരാഗ്രഹം, നമുക്കും ഒരു പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ പറ്റില്ലേ. ഒന്നാമത് ഞാൻ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് ജോലി ചെയ്തതുമായിട്ടുള്ള ഒരു ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു മേഖലയാണ്. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 1.5 വർഷമൊക്കെ ആയി കാണും അല്ലേ നമ്മളത് തുടങ്ങിയിട്ട്. കഴിഞ്ഞ വർഷമാണ് 2014 അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളന്ന് അത് ആഗ്രഹം മാത്രമായിരുന്നു. പിന്നെ ഇങ്ങനെ പല അവസരങ്ങളായിട്ട് നമ്മൾ മുമ്പിൽ വന്നു, അത് നമ്മൾ ഉപയോഗപ്പെടുത്തി പഠിക്കാൻ പറ്റുന്നിടത്തോളൊക്കെ പഠിച്ചു. അപ്പം ഇപ്പം അന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പം നേടാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ മാത്രം പോരെ, നമ്മൾ എഫേർട്ട് ഇടുകയും വേണം നന്നായിട്ട്. സജീറായി 2024 എന്ന് പറയുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ആളാണ്. അപ്പം എഫേർട്ട് ഇടുക. അതെ, സന്തോഷം, കാണുമ്പോൾ സന്തോഷം. മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നമ്മൾ ഈ ഗ്രൂപ്പിന്റെ കാര്യം പറയുമ്പോൾ, അല്ലേ? അതെ, അത് വേറൊരു ഇമോഷനാണ് ആ ഗ്രൂപ്പ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വിഷൻ ബോർഡ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താനും അതിലേക്ക് ഫോക്കസ് ചെയ്യാനും അത് നേടാനും നമ്മുടെ ബ്രെയിനിനെയും നമ്മളെയും പ്രിപ്പയർ ചെയ്യിക്കുന്നു. അത് പതിയെ ഒന്നൊന്നായിട്ട്, ഒരു ഓവർനൈറ്റിൽ നടക്കില്ല, എന്നാലും ഓരോന്നായിട്ട് നമ്മളെ അടുത്തേക്ക് എത്തും. ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിനെ. നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും ആ കാര്യം നമ്മളായിട്ട് ക്ലോസ് ആവും. അതെ, താങ്ക്സ് സർ, വീണ്ടും നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ സജിന മാം, വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. അപ്പൊ ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ ഫീഡ്ബാക്ക് അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇട്ടുണ്ട്. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. ബൈ.